രാജേഷ് ജി നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഒരു വട്ടം വന്നുപോയി. ഇനി അദ്ദേഹം 3-4 വട്ടം വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ. ജയിക്കുമ്പോഴും പല സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയുടെ 90 ദിവസം വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ അങ്ങോട്ട് 90 ദിവസത്തെ ഗ്യാപ്പുണ്ട്. നഗരസഭയിൽ സംഭവിച്ചതുപോലെ അദ്ദേഹം നന്ദി പറഞ്ഞിട്ട് പോയി. ഇവിടെ മാധ്യമങ്ങളൊക്കെ അദ്ദേഹം വരും, വലിയ പ്രഖ്യാപനം നടത്തും. അദ്ദേഹം പ്രഖ്യാപനങ്ങളിലല്ല പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. വന്നു, ജനങ്ങളോട് നന്ദി പറഞ്ഞു. എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ പിന്തുണയും നഗരസഭ ഭരണത്തിനുണ്ടാകും, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ല വാക്കുകൾ പറഞ്ഞ് മടങ്ങി. ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹം വന്നു, റോഡ് ഷോ നടത്തി. അതുപോലെ പാലക്കാട് വന്നു, അവിടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ഈ തൃശ്ശൂരിലും പാലക്കാടും ഒരു പ്രത്യേകതയുണ്ട്. 2 വനിതകളാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് താമര ചിഹ്നത്തിൽ. ഒരാൾ സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെ മകൾ, മറ്റൊരാൾ നമ്മുടെ BJPയിലെ തീപ്പൊരി നേതാവും കേരളത്തിലെ ഉമാഭാരതി എന്നൊക്കെ അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രനും. എന്താണ് തൃശ്ശൂരും പാലക്കാടും മോദിയുടെ വരവോടുകൂടി താമര വിരിഞ്ഞു കഴിഞ്ഞോ? കാരണം തുടക്കം ഗംഭീരമാകണമെന്നാണ് ഒരു പ്രധാനമന്ത്രി ഡൽഹി ആസ്ഥാനത്തിൻ്റെ തീരുമാനം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ്. അപ്പോൾ 2 മണ്ഡലങ്ങൾ അങ്ങ് തിരഞ്ഞെടുത്തു. ശരിക്കും സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഇടത് പാർട്ടിയിൽ നമ്മുടെ MABB സഖാവായാലും ആദ്യം വരുന്നത് നിയമമടക്കമുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തറമ്പടം ഇവിടെയൊക്കെയാണ്. കാരണം അവിടെയൊക്കെയാണ് സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി വരേണ്ടത് നേരെ നിയമത്തേക്കാണ്, അല്ലേ? നേമം, തിരുവനന്തപുരം, അപ്പോൾ അവർക്കൊരു കണക്കുകൂട്ടലുണ്ട്. കാരണം ഈ സ്വയം പര്യാപ്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികൾ അവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അവർക്ക് ആരോഗ്യമുണ്ട്. പക്ഷേ ഇവിടെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് വന്നതാണ്. ശോഭാ സുരേന്ദ്രൻ 2-3 തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും ഒക്കെ മത്സരിച്ച് മൊത്തത്തിൽ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 19 തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചു അവർ തന്നെ പറയുന്നത്. അതെ, ആറ്റിങ്ങിലൊക്കെ മത്സരിച്ച് അവർ നമ്മുടെ കഴിവ് തെളിയിച്ചതാണ്. അവർ 92,000 വോട്ടിനെ 2,48,000 എത്തിച്ച മാജിക്ക്. അതെ. അപ്പോൾ പാലക്കാട് വന്ന പ്രധാനമന്ത്രിക്ക് അവിടുന്ന് തുടങ്ങണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് അവിടെ പുള്ളി വന്നിട്ടൊരു വിഷമ കഥയാണ് പറഞ്ഞു തുടങ്ങിയത്. കാരണം കഴിഞ്ഞ തവണ മെട്രോ സങ്കടമാണ് പറഞ്ഞത്. അത് അദ്ദേഹം അറിയിക്കാൻ വേണ്ടി കൂടെ വന്നതാണ്, അല്ലെങ്കിൽ പാലക്കാട്ടെ വോട്ടർമാർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. കാരണം ഡൽഹി മെട്രോ കൺമുന്നിലുണ്ട്. അപ്പോൾ മെട്രോമാൻ കഴിഞ്ഞ നിരവധി പദ്ധതികൾ, കൊങ്കൺ റെയിൽവേ അടക്കം അദ്ദേഹത്തിൻ്റെ കരവിരുത് ദൃശ്യമായ നിരവധി പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അദ്ദേഹം നിന്നു, ദൗർഭാഗ്യവശാൽ പരാജയപ്പെട്ടുപോയി. ഡൽഹിയിലിരുന്ന് ചെറിയ വോട്ടിന് ഡൽഹിയിലിരുന്ന് താനടക്കം ഏറെ വിഷമിച്ചൊരു ദിവസമായിരുന്നു പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു, ഇത്തവണ അത് ഉണ്ടാകരുത്. കാരണം എനിക്ക് കാശി പോലെയാണ് പാലക്കാട്, കൽപ്പാത്തി. ഞാൻ കാശി അടങ്ങുന്ന മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ലോക്സഭയിലേക്ക് വന്നതും പ്രധാനമന്ത്രി ആയതുമാണ്. എനിക്ക് കാശി പോലെയാണ് കൽപ്പാത്തിയും. അപ്പോൾ എനിക്കെൻ്റെ മണ്ഡലം പോലെ തന്നെയാണ് പാലക്കാടും. അതുകൊണ്ട് എനിക്ക് ഈ മണ്ഡലത്തെ കൈവിടാൻ പറ്റില്ല. സകല പ്രതീക്ഷയുമുണ്ട്. നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കണം. അതാണ് അദ്ദേഹം പാലക്കാട് പറഞ്ഞത്. പിന്നെ നമ്മുടെ രാഷ്ട്രീയം കുറേ പറയുകയൊക്കെ ചെയ്തു. അല്ലാതെ അതിനകത്തൊരു പറഞ്ഞതിനകത്ത് തന്നെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ കൽപ്പാത്തി പൊതുവെ ഒരു കോൺഗ്രസ് അനുകൂല വാർഡുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം, വളരെ പണ്ട് തൊട്ടേ ഭൂപരിഷ്കരണ നിയമം വന്നതുകൊണ്ട്, ഇടതുപക്ഷം കൊണ്ടുവന്ന ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഭൂമി നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവരെല്ലാം പിന്നീട് ക്ഷയിച്ചു പോയി. അവർ കൂടുതലും ഈ തമിഴ് ബ്രാഹ്മണരാണ്. അവർക്ക് നല്ല സംഖ്യ വോട്ടുണ്ട് അവിടെ. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്. അത് കോൺഗ്രസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വോട്ടുകൾ ഇനി BJPയിലേക്ക് വരണം എന്ന ഒരു രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിൽ കുറച്ചൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ട്. BJP കുറച്ച് വോട്ട് നേടുന്നുണ്ട്. പക്ഷേ അത് പോരാ. വളരെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ മാത്തൂർ, കണ്ണാടി, പിരിയാരി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് BJP പിന്നിലോട്ട് പോകുന്നത്. അതിൽ പ്രത്യേകിച്ചും മാത്തൂർ പഞ്ചായത്തിൽ, പിരിയാരിയിലും BJPക്ക് വോട്ടുണ്ട്. ഇവിടെ എല്ലാം വോട്ടുണ്ട്. BJP പഞ്ചായത്തിൽ ജയിക്കുന്ന വാർഡുകളും ഉണ്ടാകാം. പക്ഷേ
ഇത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ വോട്ട് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ കണ്ണാടി പഞ്ചായത്ത് കൃത്യമായിട്ട് ഇടതുപക്ഷം പിടിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇടതുപക്ഷത്തിന് സത്യത്തിൽ പ്രാണൻ നിലനിർത്താൻ കഴിയുന്നത് ഈ കണ്ണാടി പഞ്ചായത്ത് ഉള്ളത് കൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ. ഇല്ലെങ്കിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ ദുർബലപ്പെട്ടു പോകും. മുനിസിപ്പാലിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം എത്ര ശോഷിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ്റെ വിജയം, അതായത് ഈ ശ്രീധരൻ്റെ വിജയം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടതുപോലെ ഏതാണ്ടൊരു 3000-നും 4000-നും ഇടയ്ക്ക് വോട്ടിനാണ് അദ്ദേഹം പുറകിലായിപ്പോയത്. അത് ഇക്കുറി ഉണ്ടാകരുത്. ഇക്കുറി കൃത്യമായിട്ടും നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ മുന്നണി പോരാളിയെ വിജയിപ്പിക്കണം, താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി അവിടെ പറയാതെ പറഞ്ഞു വെച്ച് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം അതിനകത്തുണ്ട്. പിന്നെ തൃശ്ശൂരേക്ക് വന്നാൽ അല്ലേ, അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വികസന പദ്ധതികൾ ഏതൊക്കെയാണ് കേരളത്തിൽ നടപ്പാക്കിയത്, ഇതിന് ഏതൊക്കെയാണ് പിണറായി വിജയനും കൂട്ടും കൊണ്ട് പേര് മാറ്റി പുതിയ പേരിട്ട് തങ്ങളുടേതാക്കി മാറ്റിയത്, ആ പദ്ധതിയിലൊക്കെ പറഞ്ഞു. പിന്നെ പാലക്കാട്ടിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു കണക്ക് പറഞ്ഞു. പാലക്കാട്ടെ 27 ലക്ഷത്തോളം, കേരളത്തിലെ 27 ലക്ഷത്തോളം, കേരളത്തിലെ 27 ലക്ഷം കർഷകർക്കാണ് PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തത്. പാലക്കാട്ടെ കർഷകർക്ക്, നെൽകർഷകർക്ക് മാത്രമായിട്ട് 700 കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇതുവരെ. ആ കണക്കൊക്കെ ആര് പറയുന്നു? പ്രധാനമന്ത്രി. അതെ, സംസ്ഥാനം കേരളത്തിൻ്റെ നെല്ലറയെ തഴഞ്ഞ് നെല്ല് സംഭരിക്കാൻ പോലും കഴിവില്ലാത്ത സംസ്ഥാന സർക്കാരും ഒക്കെ കേരളത്തിൻ്റെ നെല്ലറയാണ്. കേരളത്തിന് എത്ര അരി ആവശ്യമുണ്ടോ അതിന്റെ 5% പോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും പാലക്കാട് നിന്നാണ്. കുട്ടനാട് നശിച്ചു. കുട്ടനാടിനെ നശിപ്പിച്ച് കുട്ടനാടിലെ നെൽകൃഷിയെ മുച്ചൂടും. നമ്മുടെ പ്രളയം കൂടി വന്നതോടെ അതും തീർന്നു കിട്ടി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ 700 കോടിയോളം രൂപ പാലക്കാട്ടെ കർഷകരെ കടക്കണിയിലാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാർ. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു കണക്കുകൾ വരുന്നത്. ഇനി അടുത്തത് തൃശ്ശൂര്. അത് രാജേഷ് ജി പറഞ്ഞതുപോലെ പാലക്കാട് ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ്. ഈ നെൽകർഷകരുടെ കാര്യം, അതുപോലെ തന്നെ ഇപ്പോഴും ഒരു ഗ്രാമീണ അന്തരീക്ഷം ബാക്കി നിൽക്കുന്ന ഒരു മൊത്തം ആ ജില്ല തന്നെ അങ്ങനെയാണ്. അതിർത്തി ജില്ല കൂടിയാണ്. അതെ, അതിർത്തി ജില്ല കൂടെയാണ്. ഈ പാലക്കാട് ഉണ്ടായിരുന്ന നിരവധി വ്യവസായികൾ, നമ്മുടെ ഒരു സമയപരിധി കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. നിരവധി വ്യവസായികൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക്, വാളയാറിനപ്പുറത്ത് പോയി സുഖമായിട്ട് അവിടെ വ്യവസായം നടത്തി വരുന്നു. രാവിലെ, അതായത് രാവിലെ 6 മണിക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ നന്നായി അധ്വാനിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അവിടുത്തെ അവരുടെ തൊഴിലാളികളെ നോക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, രാത്രി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ ചെറുകിട വ്യവസായികൾ ഒട്ടനവധി ഇതുപോലെ പാലക്കാട് ജില്ല വിട്ട് തൊട്ടപ്പുറത്ത് കോയമ്പത്തൂർ പോയി അവരുടെ ജീവിതമാർഗം പുഷ്ടിപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാതെ നമുക്ക് ദൃശ്യമാകാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇരിക്കട്ടെ, തൃശ്ശൂരിലേക്ക് വരും. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നത് നമുക്കറിയില്ല, ഏത് സാഹചര്യത്തിലാണ് വന്നതെന്നും. എന്നിട്ട് പിന്നിൽ നിന്നുള്ള കുത്തു സഹിക്ക വയ്യാതെ അവർ BJPയിലേക്ക് അവസാനം സ്വയരക്ഷയ്ക്ക് വേണ്ടി എടുത്ത് ചാടുകയായിരുന്നു. അതിനേക്കാൾ ഒരു കോൺഗ്രസ് ഇന്ദിരാഭവൻ വരെ ഞെട്ടിയ കാര്യം, തൊട്ടടുത്ത ലീഡർ കരുണാകരൻ്റെ ആ ഓർമ്മ ദിവസം അവിടെ വന്ന് പുഷ്പാഞ്ജലി അർപ്പിച്ചത് മൊത്തം BJPക്കാരായിരുന്നു അല്ലേ? അതെ, അതാണ് പത്മജ ഇടയ്ക്ക് പറഞ്ഞത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ BJP ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അതിന് ഒരു അർത്ഥം കൂടിയുണ്ട്. കണ്ണോത്ത് മുരളീധരൻ എന്ന മുരളീധരൻ, മുൻ KPCC പ്രസിഡന്റ്, നിങ്ങൾക്ക് കോൺഗ്രസിൽ ചേട്ടാ, നിങ്ങൾക്ക് കോൺഗ്രസിൽ രക്ഷയില്ല, ജീവൻ വേണമെങ്കിൽ BJP ചാടിക്കോ എന്നൊരു ധ്വനി കൂടി അതിനകത്ത്. അതെ അതെ, വട്ടിയൂർക്കാവ് തോറ്റാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനം. അതുകൊണ്ട് അദ്ദേഹം പല വിഷയങ്ങളിലും രാഷ്ട്രീയ ജീവിതം അങ്ങനെ അവസാനിക്കില്ല. അപ്പോൾ ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നപ്പോൾ ഒരുപാട് കഥകൾ ഇറങ്ങി, ക്യാപ്സുലുകൾ ഒരുപാട് ഇറങ്ങി. അതായത് പത്മജയെ ഗവർണറാക്കുന്നു, ആക്കിയില്ല. പിന്നെ പത്മജയെ സ്ഥാനാർത്ഥിയാക്കുന്നു, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആക്കുന്നു, അല്ലെങ്കിൽ മെമ്പറാക്കും, ഗവർണറാക്കും. ഇങ്ങനെ ഒരുപാട് കഥകൾ. കേരളത്തിന്റെ ഗവർണറായി വരുന്നു. നമ്മുടെ പഴയ ഗവർണർ ഇവിടുന്ന് പോയപ്പോഴേക്കും പത്മജയെ ഗവർണറാക്കുന്നു. ഈ അർലേക്കറിന്റെ സ്ഥാനത്തേക്ക് വരുന്ന അങ്ങനെ പറയാലോ ഒരു സംസ്ഥാനത്തേക്ക്. ഞാൻ അതിനകത്ത് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ അതിശക്തമായ ത്രികോണ മത്സരം
നടന്നിരുന്നു. 2021 നമുക്കറിയാം അവിടെ ബാലകൃഷ്ണൻ ജയിച്ചത് ഏതാണ്ട് ഒരു 3000 വോട്ടിനകത്താണ്. 3000 ഇല്ല 43,000 ചില്ലുവാൻ വോട്ട്, 44,000 വോട്ട്. പത്മജ രണ്ടാം സ്ഥാനത്തെത്തിയ പത്മജ 42,000 വോട്ട്, 41,000 ചില്ലുവാൻ വോട്ട് പിടിച്ചു. സുരേഷ് ഗോപി 42 പുറത്ത് പിടിച്ചു. കാരണം പത്മജയും ഈ ബാലകൃഷ്ണനുമായിട്ടുള്ള വ്യത്യാസം 946 വോട്ടാണ്, 46 47 ആണ് വോട്ടാണ്. അതേസമയം സുരേഷ് ഗോപിയും മൂന്നാം സ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 40,000 പുറത്ത് 41 വോട്ട്, 28,000 വോട്ടിൽ നിന്നാണ് ഗോപാലകൃഷ്ണൻ 28,000 വോട്ട് പിടിച്ചത്. ഇദ്ദേഹം 41 എത്തിച്ചു. അപ്പോൾ പത്മജയും ഇദ്ദേഹവുമായിട്ടും അകലം കുറവാണ്. ഇദ്ദേഹവും ഒന്നാം സ്ഥാനത്ത് വന്ന ബാലകൃഷ്ണനുമായിട്ടും അകലം വളരെ കുറവാണ്. അപ്പോൾ തൃശ്ശൂരിൽ എന്ത് സംഭവിക്കാം, ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറി. ഇപ്പോൾ അവിടെ മത്സരം 2 ധ്രുവങ്ങൾ തമ്മിലാണ്. ഒരു വശത്ത് BJPയുടെ നേതൃത്വത്തിൽ പത്മജ മത്സരിക്കുന്നു, NDA സ്ഥാനാർത്ഥിയായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. മറുവശത്ത് കോൺഗ്രസിൻ്റെ രാജൻ പല്ലനെയാണ്. ഈ CPIയുടെ സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന സാഹിത്യകാരനാണ്. ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ മലപ്പുറം ജില്ലക്കാരനാണ്, നല്ല പ്രാസംഗികനാണ്, ഒക്കെയാണ്. അതിലൊന്നും നമുക്കാർക്കും എതിർപ്പൊന്നുമില്ല. അദ്ദേഹം ഒരു അധ്യാപകനാണ്, അത് വളരെ മാന്യമായ ജീവിതം നയിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ പ്രസംഗങ്ങളും എഴുത്തുകളും ഒക്കെ വായിച്ചാൽ ഒരുവിധപ്പെട്ട കോമൺ സെൻസുള്ള സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ വലിയ വിരോധം അദ്ദേഹത്തിനോട് തോന്നും. ആ തരത്തിലാണ് അദ്ദേഹം മതേതരത്വം അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുകാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത, CPMകാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രവചനങ്ങളും എഴുത്തുകളും ഒക്കെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ പൊതുവെ ഞാൻ അവിടെ എൻ്റെ ചില സുഹൃത്തുക്കളോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇവിടെ മത്സരം വാസ്തവത്തിൽ BJPയും കോൺഗ്രസും തമ്മിലാണ്. രാജൻ പല്ലന നേരത്തെ അവിടെ മേയറൊക്കെ ആയിരുന്ന ആളാണ്, നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിവുള്ള ആളാണ്, ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ വട്ടപൂജ്യമാണ് എന്നാണ് തൃശ്ശൂരുകാർ പറയുന്നത്. മത്സരം തീർച്ചയായിട്ടും പത്മജയും രാജനും തമ്മിലാണ്. പത്മജയോട് ആൾക്കാർക്കൊരു സഹതാപമുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ അവരെ ദ്രോഹിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്ക് പത്മജയോട് ഒരു താല്പര്യമില്ല. പത്മജയെ എന്താ പറയുക, കിട്ടുന്ന അവസരത്തിലെല്ലാം പിന്നിൽ നിന്ന് കുത്തി ഇതൊക്കെ ചെയ്തു. സാക്ഷാൽ ലീഡറെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പത്മജ BJPയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം അവർക്കില്ല. എന്തായാലും പാർട്ടിക്കാർ പിന്നിൽ നിന്ന് കുത്തൂല, BJPക്കാർ പിന്നിൽ നിന്ന് കുത്തൂല. 2, പത്മജയ്ക്ക് വ്യക്തിപരമായിട്ട് പത്മജ എന്ന വ്യക്തിക്കും കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയ്ക്കും തൃശ്ശൂരിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതിൻ്റെ തെളിവാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പത്മജയുടെ സ്വാധീനം 2 സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട്. V. മുരളീധരനും കിട്ടിയിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരനും കിട്ടിയിട്ടുണ്ട്. കഴിയുന്നത്ര സഹായം അവർ ചെയ്തിട്ടുണ്ട്. പരമാവധി വോട്ട് സമാഹരിക്കാൻ BJPക്ക് അതുകൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ എന്താ പറയുക, ഒരു അടിയൊഴുക്ക് പോലെ കിടക്കുകയാണ്. ഇത് കാണാതിരുന്നുകൂടാ. പക്ഷേ പ്രധാനമന്ത്രി റോഡ് ഷോ ഇന്നലെ വളരെ മികച്ച റോഡ് ഷോ ആയിരുന്നു. ഒരു നടുക്ക് പ്രധാനമന്ത്രി, ഒരു ഭാഗത്ത് പത്മജ, ഇപ്പുറത്ത് സുരേഷ് ഗോപി. അപ്പോൾ വിജയിച്ച അവിടുത്തെ MP-യെയും ജയിക്കാൻ പോകുന്ന MLA-യെയും പ്രധാനമന്ത്രി നാട്ടുകാർക്ക് വോട്ടർമാർക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതിനകത്ത് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഞാൻ കാണുന്നത്. അതായത് ഇടതുപക്ഷത്തിനും UDF-നും ഒരു വലിയ വെല്ലുവിളി അതിനകത്തുണ്ട്. സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, വോട്ടെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി 4 തവണയാണ് തൃശ്ശൂർ വന്നിട്ടുള്ളത്. അറിയാമായിരുന്നു, 4 തവണ. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇല്ലാത്ത സമയം ഉണ്ടാക്കി 4 തവണ വന്നിട്ട് പോയത്. ഇനി ഇക്കുറി അദ്ദേഹം തൃശ്ശൂരെന്ന് തുടങ്ങിയത്, തൃശ്ശൂർ പാലക്കാട് എന്നുള്ളതിൽ തുടങ്ങിയത് കൃത്യമായൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഈ 2 സ്ഥാനാർത്ഥികളെയും നിങ്ങൾ ജയിപ്പിച്ചു തരണം. ജയിപ്പിച്ചു തന്നാൽ
ഞാൻ കേരളത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന ഇവരിലൂടെ, കാരണം ഒരു MLA എങ്കിലും ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അവിടെ ഇരുന്ന് അല്ലാതെ പിണറായി വിജയൻ സർക്കാർ വഴിയോ അല്ലെങ്കിൽ UDF സർക്കാർ വഴിയോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഇവിടെ അതല്ല. ഒരു MLA കിട്ടിയാൽ ഞങ്ങൾ BJPയുടെ വികസന മാതൃക എന്താണ് എന്ന് കാണിച്ചു തരാം, അത് കേരളത്തിന് മുഴുവനും ബോധ്യപ്പെടുത്തി തരാം. ആ ഒരു ആംഗിൾ അതിനകത്തുണ്ട്. കൃത്യമായൊരു രാഷ്ട്രീയം നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരിക്കുന്നു. തൃശ്ശൂരിലെയും പാലക്കാടെയും വോട്ടർമാർ ഇനി തീരുമാനിക്കട്ടെ എന്താണ് നിങ്ങൾക്ക് ഗുണകരമാകുന്നത്. അതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമേ അതിനകത്ത് നമുക്ക് പറയാം. നന്ദി.